ഷാലോം ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 17-ാം തിരുവചനം, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും പുണ്യത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും നമ്മുടെ ജീവിതം ചെലവഴിക്കുന്നവരാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ്. ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചത് ഇടവിടാതെ പ്രാർത്ഥിക്കുവാനാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ ഉപവസിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുക. എന്താണ് പ്രാർത്ഥന, എന്തിന് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. ഇനി എന്താണ് പ്രാർത്ഥന? കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 2559 ഖണ്ഡികയിൽ പറയുന്നു, മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. മനസ്സ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നത് പ്രാർത്ഥന എന്നാണ് അവിടെ പറയുക. വീണ്ടും പറയുന്നു, ദൈവത്തിൽ നിന്ന് നന്മകൾ ലഭിക്കാനുള്ള അഭ്യർത്ഥനയാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലേക്കുള്ള ലളിതമായ ഒരു എത്തിനോട്ടമാണ് പ്രാർത്ഥന. പരീക്ഷണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും നിലവിളിയാണത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ലാത്തിൻ കുർബാനയിൽ നമുക്കറിയാം, നമ്മൾ കുർബാന മധ്യേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയർത്തുവിൻ. അപ്പം നമ്മളെല്ലാവരും പ്രത്യുത്തരമായി പറയുന്നു, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത്, അതുപോലെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നിലവിളിക്കുന്നത്, അപേക്ഷിക്കുന്നത്, യാചിക്കുന്നത്, നന്ദി പറയുന്നത് എല്ലാം പ്രാർത്ഥനയാണ്. സ്വർഗത്തിലേക്കുള്ള ലളിതമായ ഒരു എത്തിനോട്ടം എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് നമ്മൾ ഒപ്പമായിരിക്കുക, ദൈവവുമായി നിരന്തരമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെ ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണം, സ്വർഗവുമായിട്ടുള്ള നമ്മുടെ നിരന്തരമായ സമ്പർക്കം, ഇതൊക്കെ പ്രാർത്ഥന എന്നതിന് നമുക്ക് ഉത്തരമായിട്ട് പറയാം. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏത് രീതിയിലുള്ള മനോഭാവത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 2559 ഖണ്ഡികയിൽ പറയുന്നു, വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിനയമുള്ള, എളിമയുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. വലിയ അഹംഭാവത്തോടെ, വലിയ ഒരു ഭാവത്തോടെ ഞാനൊരു പ്രാർത്ഥനക്കാരനാണ് എന്നുള്ള ഒരു ഭാവത്തിൽ ഒന്നുമാകാതെ വളരെ വിനയത്തോടെ, എളിമയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ, പാപിയാണ് ഞാനെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാനെന്ന് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മളോട് പറയുന്നു, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ടാകണം, അനുതാപമുള്ള ഹൃദയമുണ്ടാകണം, എളിമ നമുക്കുണ്ടാകണം. എളിമയാണ് ഏറ്റവും പ്രാർത്ഥനയാകുന്ന സൗജന്യദാനം സ്വീകരിക്കാനുള്ള ഏറ്റവും വേണ്ട ഒരു മനോഭാവം എന്ന് പറയുന്നത് എളിമയാണ്. നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ 2 വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥിക്കാനായി 2 വ്യക്തികൾ പള്ളിയിലേക്ക് വരികയാണ്. ഒന്ന് പരിസേയന്, 2 ചുങ്കക്കാരൻ. പരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്നതിൻ്റെ സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, പരിസേയൻ്റെ ഒരു പ്രാർത്ഥന ഏതാണ്? അവനിൽ തന്നെ നീതീകരിക്കപ്പെടുകയാണ്. ഞാൻ വലിയ ആളാണ്,
ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, ഞാൻ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, അതുപോലെ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഞാൻ പാപിയൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ സ്വയം ഉയർത്തി പുകഴ്ത്തി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ആ ചുങ്കക്കാരന് അവിടെ ദൂരെ നിന്ന്, ഇങ്ങനെയാണ് തിരുവചനം പറയുക, ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ അവൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ പാപിയായ എന്നിൽ കനിയേണമേ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെയും പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകേണ്ട ഒരു മനോഭാവം ഇതാണ്. ഈ ചുങ്കക്കാരനെ പോലെ എളിമയോടുകൂടി വിനയത്തോടുകൂടി ഞാനൊരു പാപിയാണ് തമ്പുരാനെ, എൻ്റെ മേൽ കനിയണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം തരണം എന്ന് നമ്മെ തന്നെ ഒന്ന് എളിമപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവിക തിരുസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായി മാറും. ഈശോ പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. ആ ചുങ്കക്കാരൻ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയെന്ന് ഈശോ ഉത്തരം കൊടുക്കുകയാണ്. വീണ്ടും പറയുന്നു, എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ എളിമയുള്ള ഹൃദയം നമുക്കുണ്ടാകണം, വിനയത്തോടുകൂടി പ്രാർത്ഥിക്കണം, വിശ്വാസം നമുക്കുണ്ടാകണം, അനുതാപമുള്ള ഹൃദയം ഉണ്ടാകണം. ഈ ചുങ്കക്കാരൻ ഇപ്പോൾ ഈ സുവിശേഷത്തിൽ ഈശോ നമുക്ക് നൽകിയ ഈ ഉദാഹരണം പോലെ ഈ എളിമയോടുകൂടി വിനയത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവിക തിരുസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യമുള്ളതാകും. വിശ്വാസത്തോടുകൂടി എളിമയോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവിക തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കണം. വീണ്ടും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് തന്നെ നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമ്മുടെ ബലഹീനത നമുക്ക് എങ്ങനെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയൊന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വലിയ പ്രാർത്ഥനക്കാരനൊന്നുമല്ല. എങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ, അവിടുത്തെ തിരുസന്നിധിയിൽ വന്നിരുന്ന് നമ്മൾ എളിമയോടെ യാചിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നുവെന്ന് തിരുവചനത്തിൽ പറയുകയാണ്. നമ്മുടെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എന്തിന് നമ്മൾ പ്രാർത്ഥിക്കണം, എന്താണ് പ്രാർത്ഥന എന്ന് നമ്മൾ കണ്ടു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ഇനി നമ്മൾ എന്തിന് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, പ്രാർത്ഥന ത്രിയേക ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ പ്രാർത്ഥന അത്യാവശ്യ ഘടകമാണ്. പ്രിയപ്പെട്ടവർ, നമുക്കിപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് വായു കൂടിയേ തീരൂ. വായു നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ചാടി നമുക്ക് ശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ മരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വായു സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വായുവിൽ ജീവിക്കുമ്പോൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ഈ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നമ്മൾ നടത്തുമ്പോഴാണ് നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ നിലനിന്ന് പോവുക. എന്ന് പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യാനിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാനായിട്ട് നമ്മൾ ത്രിയേക ദൈവവുമായി ഒരു ബന്ധം നമുക്കുണ്ടാകണം. പിതാവായ ദൈവവുമായി, പുത്രനായ യേശുക്രിസ്തുവുമായി, പരിശുദ്ധാത്മാവുമായി, സ്വർഗവുമായി നമുക്കൊരു ബന്ധമുണ്ടാകണം. ഈ ബന്ധം നമുക്കുണ്ടാകുന്നത് ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ പ്രാർത്ഥനയിലൂടെയാണ്. അപ്പം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗവുമായി ഒരു ബന്ധം അവർക്കുണ്ടാകുന്നു. അപ്പം നമ്മൾ എന്തിന് പ്രാർത്ഥിക്കണം എന്നതിൻ്റെ ഒരു ഉത്തരമാണ് ത്രിയേക ദൈവവുമായി നിരന്തരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാനായി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം എത്ര പ്രാധാന്യം പ്രാർത്ഥനയ്ക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ബന്ധം വിച്ഛേദിക്കുമ്പോഴാണ്, അത് പ്രാർത്ഥനയില്ലാതാകുമ്പോഴാണ് ഈ ബന്ധം നമുക്ക് വിച്ഛേദിച്ചു പോവുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്.
നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരവസ്ഥ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല, ദൈവമായ ഒരു ബന്ധമില്ല, അങ്ങനെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ നിരാശ നിറഞ്ഞ, സമാധാനമില്ലാത്ത, അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ജീവിതമാണ്. നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോകത്തിൽ ഇപ്പോൾ മഹാമാരിയുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും പല രീതിയിലുള്ള അസ്വസ്ഥതകളിൽ കഴിഞ്ഞു പോകുന്നവരാണ്. ഒത്തിരിയേറെ പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു, രോഗികളായി മാറുന്നു, ബിസിനസ്സിൽ തകർച്ച വരുന്നു, സാമ്പത്തികമായ തകർച്ചകൾ ഉണ്ടാകുന്നു, മുന്നോട്ടെങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിക്കണമെങ്കിൽ സ്വർഗവുമായി ഒരു ബന്ധം, നിരന്തരമായ ഒരു ബന്ധം നമുക്ക് പുലർത്താൻ സാധിക്കണം. അത് പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് നടന്നു കിട്ടുക. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വന്നാലും ആ വ്യക്തി തളരുകയില്ല, ആ വ്യക്തി തകർന്നു പോവുകയില്ല. വീണ്ടും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായി നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി നാം മാറണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൽ അനുദിനം ശക്തിപ്പെടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം, നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ തെസ്സലോനിക്ക 5:17 പറഞ്ഞവരെ ഇടവിടാതെ നാം പ്രാർത്ഥിക്കണം, ഇടവിടാതെ നാം പ്രാർത്ഥിക്കണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ് പ്രാർത്ഥന. വീണ്ടും നമുക്കറിയാം, കർത്താവായ ഈശോ മിശിഹ പ്രാർത്ഥിച്ചിരുന്നു. കർത്താവായ ഈശോ മിശിഹ പ്രാർത്ഥനയിലൂടെ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ബൈബിളിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈശോ മിശിഹ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രഭാതമായപ്പോൾ ശിഷ്യന്മാരെ വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം തിരുവചനമാണ്. ഇനി നമ്മൾ ആ 12-ാം തിരുവചനത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സംഭവത്തിലേക്ക്, ബൈബിൾ വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കാണുകയാണ്, വിശുദ്ധ ലൂക്ക 6:12 ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, കർത്താവായ ഈശോ മിശിഹ എന്തിനു പ്രാർത്ഥിക്കണം? ദൈവം തന്നെയായ ഈശോ എന്തിനു പ്രാർത്ഥിക്കണം? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ മാതൃക കാണിച്ചിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയാണ്, ഇന്ന് നമുക്കും മാതൃക കാണിച്ചു തരികയാണ്. ഈശോ എല്ലാ ശുശ്രൂഷകൾക്ക് മുമ്പ്, ഏറ്റവും വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് മുമ്പെല്ലാം നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, രാത്രി മുഴുവൻ ഈശോ പ്രാർത്ഥനയിലായിരുന്നിട്ടാണ് പിറ്റേ ദിവസം പ്രഭാതത്തിൽ, നമുക്കറിയാം ഈ ഭൂമിയിൽ ഇന്ന് ക്രൈസ്തവ സമൂഹം ഇത്രമാത്രം വളർന്ന് പന്തലിച്ചെങ്കിൽ അത് തമ്പുരാൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിലൂടെ ഈ സഭ വളർന്ന് പന്തലിക്കുന്നതിന് അടിസ്ഥാനമിട്ടെങ്കിൽ ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ മഹനീയമായ പ്രവൃത്തിക്ക് മുമ്പ് ഈശോ നിരന്തരമായി പ്രാർത്ഥിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഈശോ താബോർ മലയിൽ പ്രാർത്ഥിക്കാനായി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ തിരുവചനം ഇങ്ങനെ പറയുന്നു, അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. കണ്ടോ, താബോർ മലയിൽ പ്രാർത്ഥനാ വേളയിലായിരിക്കുമ്പോൾ നമുക്കറിയാം ഈശോ അവിടെ രൂപാന്തരീകരണം പ്രാപിക്കുന്നു. വെൺമഞ്ഞ് പോലെ അവരുടെ മുഖങ്ങളെല്ലാം പ്രകാശിച്ചു. അവിടെ മോശയും ഏലിയാവും വന്നു. അവിടെ സ്വർഗതുല്യമായ ഒരവസ്ഥ അവിടെ ശിഷ്യന്മാർ അനുഭവിക്കുകയാണ്. പ്രാർത്ഥനയുടെ വലിയ പ്രാർത്ഥനയിൽ അവരായിരിക്കുമ്പോൾ ആ വലിയ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. അവർക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മളും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുക. നമ്മൾ മറ്റ് മനുഷ്യരായി മാറുകയാണ്.
പുത്തൻ അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് ഒരു ദൈവിക മകനായി ദൈവിക മകളായി നാം മാറുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ നമ്മളിപ്പോൾ സുവിശേഷങ്ങളിലൂടെ കാണുകയാണ് യേശുവും പ്രാർത്ഥിച്ചിരുന്നു. ദൈവമായ കർത്താവും പ്രാർത്ഥനയിലായിരുന്നു. ഓരോ ശുശ്രൂഷകൾക്ക് മുമ്പ് പ്രാർത്ഥനയിലാതെ. ഇത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ ഒരു മാതൃകയാണ്. എന്തിന് പ്രാർത്ഥിക്കണം എന്നതിന് ഉത്തരമായി ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കി ആ ഈശോയുടെ ജീവിതത്തിൽ ഈശോ കാണിച്ചു തന്ന ആ മാതൃക നമ്മുടെ ജീവിതത്തിലും പകർത്തുവാനായി ഇന്ന് നമ്മളോട് ദൈവാത്മാവ് ആവശ്യപ്പെടുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം തിരുവചനങ്ങളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുകയാണ്, ഇന്ന് കർത്താവായ ഈശോ മിശിഹാ ശിഷ്യരെ പഠിപ്പിച്ച വലിയ പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് നമ്മൾ ജപമാല ചെല്ലുമ്പോഴും വിശുദ്ധ കുർബാന മധ്യേയും അല്ല, നമ്മൾ ഏതൊക്കെ പ്രാർത്ഥനയിലായിരുന്നാലും ആ മഹനീയമായ പ്രാർത്ഥന, യേശു പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലാറുണ്ട്. അത് സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ വിശുദ്ധ ലൂക്കാ 11:1 നമ്മളിങ്ങനെ കാണുകയാണ്, അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. തുടർന്നാണ് ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുക. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പം ഈശോ വലിയ കാര്യങ്ങൾ ഇപ്പോൾ ഈ മഹനീയമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരുപാട് മണിക്കൂർ പ്രാർത്ഥനയിലായിരുന്നു. ഇപ്പം ശിഷ്യന്മാർക്ക് പോലും ഈശോയുടെ ഈ പ്രാർത്ഥനാ ജീവിതം കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ പ്രചോദനമുണ്ടായിട്ടാണ് അവർ ചോദിക്കുക, കർത്താവെ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എത്ര മഹനീയമായ പ്രാർത്ഥനയാണ് ഈശോ ശിഷ്യരെ അവിടെ പഠിപ്പിക്കുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഈശോ ഗെത്സമേന തോട്ടത്തിൽ വളരെ വേദനയോടെ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. ഗെത്സമേന തോട്ടത്തിൽ ഈശോയുടെ പീഡാസഹനം ആരംഭിക്കുമ്പോൾ, ഈശോ വലിയ രക്ഷണകര ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ, ഈ ലോകത്തിൽ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ള സകല ജനങ്ങളുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ഈ ലോകത്തിൽ അന്നുണ്ടായിരുന്ന ജനങ്ങൾ, ഈ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ തലമുറകളുടെയും പാപഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഗെത്സമേന തോട്ടത്തിൽ ഈശോ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ നാം അവിടെ കാണുകയാണ്. വീണ്ടും ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ മഹനീയമായ ഒരു പ്രാർത്ഥന നമ്മളവിടെ കാണുകയാണ്. ഈശോ കുരിശിൽ 3 ആണികളിൽ തൂങ്ങി വേദനയുടെ നടുവിൽ, വേദനയുടെ തീച്ചൂളയിൽ നിന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവരോട്, തന്നെ കാർക്കിച്ച് തുപ്പിയവരോട്, തൻ്റെ തലയിൽ മുൾമുടി ചൂടിയവരോട്, തന്നെ ചെമ്മട്ടി കൊണ്ട് അടിച്ചവരോട്, തന്നെ കുരിശ് ചുമപ്പിച്ചവരോട്, കുരിശിൽ ആണി തറച്ച് തന്നെ കുരിശിൽ തറച്ചവരോട്, എല്ലാവരോടും തന്നെ അവഹേളിച്ചവരോടും എല്ലാവരോടും വേണ്ടി പിതാവിൻ്റെ തിരുസന്നിധിയിൽ ഈശോയോടെ പ്രാർത്ഥിക്കുകയാണ്. തിരുവചനം ഇങ്ങനെ പറയുന്നു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയുടെ വലിയ ഒരു പ്രാർത്ഥന, സഹനത്തിൻ്റെ തീച്ചൂളയിൽ നിന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? എത്ര തീഷ്ണതയോടെയാണ് നാം പ്രാർത്ഥിക്കുക? ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചവരോട്, നമ്മളെ അപമാനിച്ചവരോട്, നമ്മളെ അവഹേളിച്ചവരോട്, നമ്മളെ തകർത്തവർ, അങ്ങനെ വിവിധങ്ങളായ ശത്രുതയിലൂടെ നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ സഹനത്തിലായിരിക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23:46 ഈശോ തൻ്റെ രക്ഷണാകൃത്യം പൂർത്തിയാകുന്ന സമയത്ത് കുരിശിന്മേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് പിതാവിൻ്റെ തിരുസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തൻ്റെ രക്ഷണകൃത്യം പൂർത്തിയാക്കിയ തമ്പുരാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടെയും. എൻ്റെ ആത്മാവിനെ ഇതാ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ജീവൻ വെടിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലേലുയാം, ഹാലേലുയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായി മാറണം.
എന്താണ് പ്രാർത്ഥന എന്ന് നമ്മൾ കണ്ടു. എങ്ങനെയുള്ള മനോഭാവത്തോടെ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ കണ്ടു. ഇനി എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, അത് ത്രിയേക ദൈവവുമായി നമുക്ക് ബന്ധം സ്ഥാപിക്കണം. അതുപോലെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നടന്നു കിട്ടാനായി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ഉടമ്പടി ബന്ധമാണ് പ്രാർത്ഥന. അതിലെല്ലാറ്റിലുപരിയായി ഈശോ മിശിഹാ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ പ്രാർത്ഥനയിലൂടെ നമുക്ക് ജീവിത മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. ഈശോ പോലും, ദൈവമായ കർത്താവ് പോലും പ്രാർത്ഥനയിൽ മണിക്കൂറുകളോളം സമയം ചിലവഴിക്കുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന ഒരു അവിഭാജ്യ ഘടകമായി മാറട്ടെ. വളരെ പ്രാധാന്യം കൊടുക്കേണ്ട നമ്മുടെ ജീവിതം വിജയം പ്രാപിക്കുവാനായി നമ്മൾ സഹനങ്ങളിലൂടെയും ഈ മഹാമാരിയുടെ നടുവിലൂടെയും ഒക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ തളർന്നു വീഴാതെ നമ്മൾ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഒരു ക്രിസ്ത്യാനിയായ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ഇനി നിരന്തരമായി പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടും കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സഭയുടെ മതബോധന ഗ്രന്ഥം അതിന് പ്രത്യേകമായ ഒരു സമയം നിശ്ചയിച്ച് നമ്മളോട് പറയുന്നില്ല. നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ജോലിയിലായിരിക്കുമ്പോൾ, ഇപ്പോൾ അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകമായ ഒരു സമയം കണ്ടെത്തി പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമാണ്, അനുഗ്രഹപ്രദമാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബ പ്രാർത്ഥന വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. നമുക്ക് അപ്പോൾ പ്രത്യേകമായ ഒരു സമയം അതിനു വേണ്ടി കണ്ടെത്താനായിട്ട് നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും ഉചിതം. ഇനി അതിന് പ്രത്യേകമായ ഒരു സമയം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഏതവസ്ഥയിൽ നമ്മൾ ആയിരിക്കുന്നോ, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവിടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, അവിടെയും നമുക്ക് സ്വർഗവുമായി ബന്ധം സ്ഥാപിക്കാം. ഇനി നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നമുക്ക് ദൈവവുമായി, സ്വർഗവുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മനസ്സ് ദൈവത്തിങ്കിൽ നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ അന്യവിചാരങ്ങളോടെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ ദൈവത്തിങ്കിൽ മനസ്സുയർത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമ്മൾ എന്തെല്ലാം നിയോഗങ്ങൾ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു, അതിനെല്ലാം ദൈവം നമുക്ക് ഉത്തരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ഉറവിടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആബേലിൻ്റെ ബലി നമുക്കൊരു പ്രാർത്ഥനയുടെ ഉറവിടമായിട്ട് കാണാം. കാരണം ആബേലും കായേനും ദൈവ തിരുസന്നിധിയിൽ ബലി അർപ്പിച്ചു. അവിടെ ആബേലിൻ്റെ ബലി ദൈവത്തിന് സ്വീകാര്യമായി മാറി. വീണ്ടും നോഹയുടെ നീതിപൂർവമായ ജീവിതം അതൊരു വലിയ പ്രാർത്ഥനയാണ്. ആ നീതിപൂർവമായ ജീവിതം വലിയ പ്രളയത്തിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചതായിട്ട് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പ്രാർത്ഥന നമുക്കറിയാം. അവിടെ അത് ബൈബിളിലൂടെ കടന്നു വരുമ്പോൾ അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചിരിക്കുന്നു. അതുപോലെ ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ പ്രാർത്ഥന വളരെ അനുഗ്രഹപ്രദമായി മാറി. വീണ്ടും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചു കൊണ്ടുവന്ന ആ മോസസ്, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എപ്പോഴൊക്കെ കൈകളുയർത്തി പ്രാർത്ഥിച്ചോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. മനുഷ്യൻ്റെ ബുദ്ധിക്ക് കാണാൻ കഴിയാത്തത്ര വലിയ അത്ഭുതങ്ങളാണ്. അവിടെയുള്ള ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് അവിടെ ഇസ്രായേൽ ജനങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന മോസസിനെ നമുക്ക് കാണാം. പാറയിൽ നിന്ന് ജലം നൽകി മരുഭൂമിയിൽ അവർക്ക് ഒരു കുറവുമില്ലാതെ അവർക്ക് ആവശ്യമായ മന്നയും കാടപ്പക്ഷിയും നൽകി അവർക്ക് എല്ലാവിധ സമൃദ്ധിയും നൽകി. മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹം ഇസ്രായേൽ ജനത്തിന് നൽകിയ ആ ഒരവസ്ഥ പഴയ നിയമത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥന, ദാവീദ് രാജാവ് എപ്പോഴൊക്കെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചോ അതെല്ലാം ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹമായി മാറി. അവർക്ക് അവരുടെ യുദ്ധങ്ങൾക്കെല്ലാം അത് വിജയമുണ്ടാക്കി. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, വീണ്ടും നമ്മൾ
പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ പരിശുദ്ധ മറിയം തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് പറഞ്ഞു, ഗബ്രിയേൽ ദൈവദൂതൻ്റെ അരുളപ്പാട് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു പ്രാർത്ഥനയാണ്. തൻ്റെ തന്നെ ജീവിതത്തെ പരിപൂർണമായിട്ടും ദൈവിക തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത് വലിയ ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഇപ്പോൾ നമ്മൾ ഏത് പ്രതിസന്ധികളിലൂടെ നടന്നു പോകുന്നവരായിക്കോട്ടെ, ഏത് കഷ്ടപ്പാടുകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്നവരായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെ എങ്ങനെയാണോ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് ജന്മമെടുക്കാനായിട്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു, ഈശോയോടൊപ്പമുള്ള ജീവിതവും എല്ലാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞതായിരുന്നു. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ ആ രക്ഷണാകര കൃത്യത്തിൻ്റെ ഭാഗഭാക്കാകുവാൻ സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നിരന്തരമായി തീക്ഷ്ണമായി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീട്ടുകാരുടെ ആവശ്യങ്ങളിൽ അമ്മ സഹായിച്ചു. ഇതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കുറവുകളിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, വേദനകളിൽ പരിശുദ്ധ അമ്മ സഹായമായി നമ്മുടെ കൂടെ ഉണ്ടാകും. അമ്മയോട് നമ്മൾ മധ്യസ്ഥം യാചിക്കണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം സമാധാനമായി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം. അതുപോലെ തന്നെ നിരന്തരമായി വിശുദ്ധ കുർബാനയിൽ കൂദാശകളുടെ കൂദാശ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. ഈ വലിയ കൂദാശയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമുക്ക് സാധ്യമാവുവോളം വിശുദ്ധ കുർബാനയിൽ ഏറ്റവും വലിയ ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ പങ്കെടുക്കുക. അതുപോലെ ജപമാല ചൊല്ലുക, കരുണക്കൊന്ത ചൊല്ലുക, ധ്യാനങ്ങളിൽ സംബന്ധിക്കുക. കുടുംബ പ്രാർത്ഥന വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അതൊരു വലിയ ശക്തിയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും, അവർ ശക്തി പ്രാപിക്കും. വീണ്ടും കൂട്ടായ്മ പ്രാർത്ഥന, നമുക്ക് കരിസ്മാറ്റിക് പ്രാർത്ഥന കൂട്ടായ്മകളുണ്ട്, അതിലും നമ്മൾ സംബന്ധിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന നമുക്കുണ്ടാകണം. അതുപോലെ നമ്മുടെ ജീവിതം ഒരു സ്തുതിപ്പായി, കൃതജ്ഞതയായി, ആരാധനയായി നമുക്ക് മാറ്റണം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഇന്ന് ഈ തിരുവചന ശുശ്രൂഷ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി നമ്മൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 1 തെസ്സലോനിക്ക 5:17 പറഞ്ഞതുപോലെ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. നമുക്ക് നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ എന്നും ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണെന്ന് കണ്ടുകൊണ്ട് നിരന്തരമായി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സഹനങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, പ്രയാസങ്ങൾ കടന്നു വന്നുകൊള്ളട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കാം. ഈ ശാലോം TV-യിലൂടെ ഇപ്പോൾ ഈ വചന പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും, അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും, ഈ ലോകത്തിൽ സകല ജനങ്ങൾക്ക് വേണ്ടിയും, ഇപ്പോൾ ഈ മഹാമാരിയിൽ വേദന അനുഭവിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com